സ്കൂളിൽ പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ ഹെയർ കിട്ടിയിട്ട് കാണാം. ഇന്ന് കുറേ സമയമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 7:38 ആയി. 7:38 ആയി. നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് മുടി കെട്ടിട്ട് കാണാം. ഇപ്പം ഞാൻ സുന്ദരിയായല്ലേ. അപ്പം ഞാനിത് ഇന്നലെ കണ്ട കുറച്ച് നേരത്തെ മുമ്പ് വെട്ടിയ ഈ സ്റ്റൈലാണ്. കുറച്ചല്ല, ഇന്നലെ രാവിലെ വെട്ടിയ ഹെയർ സ്റ്റൈലാണ്. അപ്പം ഇനി പൗഡർ ഇടണം. ID കാർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരാളെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ പൂങ്കാവുള്ളേ ഇനി ഒരാളെ പ്രാങ്ക് ചെയ്തിട്ട് ചെയ്യും. എന്നിട്ട് ഡ്രസ്സ് കാണാം എന്തോ. അപ്പോൾ ഗൈസ് നമ്മൾ ആ പൗഡർ ഞാൻ പറഞ്ഞു എയർലിയുടെ പൗഡർ എയർലി എങ്ങണ്ടാണ് ഞാൻ ചാളി എന്തൊരു ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇത് പൗഡർ ഇട്ടിട്ട് കാണാം. ഗൈസ് പൗഡറിൻ്റെ അളവിനൊക്കെ ഞാൻ അപ്പം ഐലൈനർ റെഡി ചെയ്ത് താര ഐലൈനർ വരും. ഐലൈനർ എഴുതി താര ഐലൈനർ കാണാം. പിന്നെ നമ്മൾക്ക് ഇട്ടിട്ടാണ് ഇതിട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇനി കമ്മലൊക്കെ ഇട്ട് ഞാൻ കുറേയൊക്കെ ഇട്ട് ഞാൻ ഇനി വെളിയിൽ പോയിട്ട് കാണാം. വെളിയിലെത്തിയപ്പോൾ ഞാൻ ഷൂ ഇടുന്നു. ഷർട്ട് ഉണ്ട് എനിക്ക് അല്ല, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇടും. പക്ഷേ ഞാൻ മാത്രം ഇടില്ല. കാരണം ഫീസറബിൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ നീ കളറും, മറ്റുള്ളവർ ഷൂ ഇട്ടുകൊണ്ട് വരുമ്പോൾ നീ നോർമൽ ചെരുപ്പും, മറ്റുള്ളവർ സോക്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നീ സോക്സ് ഇടാണ് ഷൂ ഇടുന്നത്. അത് ഗൈസ് എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഷൂ ഇടാൻ വിഷമിച്ചുകൊണ്ടിരിപ്പിക്കുക. അസുഖം തലയ്ക്ക് തലയല്ല അച്ഛൻ്റെ തലയ്ക്കാണ് അസുഖം. ഇതാണ് മനസ്സിലായല്ലോ. ആർക്കായിരിക്കും കമൻറ്റ് ചെയ്യും. ഇതെൻ്റെ ബട്ടർഫ്ലൈ കമ്മൽ ഞാൻ നോക്കി. അപ്പോൾ ഗൈസ് ഇത് കേട്ടോ നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് ഔട്ട്ഫിറ്റ് ഇട്ടാണ്. അപ്പോൾ ഇനി നെയിൽ വെട്ടണം. അപ്പോൾ ഗൈസ് നെയിൽ വെട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നെയിൽ വെട്ടിയിട്ട് ടാറ്റ ബൈ ബൈ സീ യു.